ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് എൻ്റെ കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കളക്ഷൻസൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യം എന്തായാലും മറന്നുപോലെ കേട്ടോ. ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മസാല ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ പുറമേ വരുന്നത്, അകം വരുന്നത് സ്റ്റീലിൻ്റെ കളറാണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാം. ഞാനിപ്പം ഇട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു എന്താ പറയുക, ചെറിയ ജീരകം, വലിയ ജീരകം, കടുക്, ഉലുവ, അങ്ങനത്തെ ഗരം മസാല, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആട്ടോ ഞാനിതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണാൻ, നല്ല ഭംഗിയിൽ നമുക്കിത് വെക്കുകയും കൂടെ ചെയ്യാം. ആ ഒരു മസാല ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നൊരു അടപ്പില്ലേ, അത് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ വരുന്ന അടപ്പ് ഇല്ലാത്തതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം കേട്ടോ. ഗോൾഡൻ കളറിനെ വരുന്നതാണ്. അടുത്തതാ എൻ്റെ കിച്ചണിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബൗളാണ് കേട്ടോ. ഇതൊരു ഗ്ലാസിൻ്റെ, നമ്മൾക്കൊരു മാവൊക്കെ കുഴക്കാൻ പറ്റിയിട്ടുള്ള, അതായത് ചപ്പാത്തി മാവ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാവൊക്കെ കുഴക്കാനും പിന്നെ അരച്ച മാവൊക്കെ ഒഴിച്ചു വെക്കാനും എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബൗളാണ് കേട്ടോ. ഇത് സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്, ഇതിൽ എന്തെങ്കിലും ഇട്ടിട്ടൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒന്നുമില്ല, കുറച്ച് ഐറ്റത്തിൻ്റെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് കാണിക്കാം. ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടെ എന്താ പറയുക, ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അടുത്ത ഇതാ ഈ ഒരു ടീ പോട്ടാണത്. ഇത് ടീ പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ, ഗ്ലാസിൻ്റെ ടീ പോട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടക്കുന്ന ഒരു ബ്ലാക്ക് സംഭവമുണ്ട്, ചായപ്പൊടിയൊക്കെ ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടപ്പാണ് കേട്ടോ ഇതിന് വരുന്നത്. പക്ഷേ ഞാനിത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് ഞാൻ ചെറിയൊരു എമൗണ്ടിന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ പാസ്ത, അതുപോലെ തന്നെ പാല് തിളപ്പിക്കുക, അങ്ങനത്തെ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഗ്ലാസ്സാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ ഉള്ള സമയത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റത്തിൻ്റെ അത് കൊടുക്കാത്തതുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അല്ലാത്തതെല്ലാം ഞാൻ കൊടുക്കുന്നതാണേ. പിന്നെ എൻ്റെ വീഡിയോയിൽ സ്ഥിരം ഉള്ള നമ്മളെ വ്ളോഗിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അതിൽ കൊടുക്കുന്നുണ്ടാകും. ഞാൻ അതിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെ ലിങ്ക് കേട്ടോ. അടുത്ത ഇതാ നമ്മളൊരു എന്താ പറയുക, ഒരു സെറാമിക്, ഒരു ഉരുളി ടൈപ്പ്, ഒരു കടായി, ഉരുളി ടൈപ്പ് എന്ന് പറയാം, ആ ഒരു രീതിയിലൊരു സെറാമിക്കാണ് കേട്ടോ ഇത് വരുന്നത്. ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യലുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കറികളൊക്കെ എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ ടേബിളൊക്കെ കൊണ്ടുവച്ചാൽ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. അതുപോലെ തന്നെ ഇതും ഒരു ബൗൾ, സെറാമിക്കിൻ്റെ ബൗൾ. ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ബൗൾ നല്ല രസമാണ്. നമ്മൾ ടേബിളിൽ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഹാൻഡിൽ വരുന്ന ടൈപ്പ് സെറാമിക്കിൻ്റെ ഒരു ഹാൻഡിൽ ബൗൾ, ഒരു സൂപ്പ് ബൗൾ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് 3 സൂപ്പൊക്കെ സെർവ് ചെയ്യാനും, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കറികൾ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. ആ ഒരു ഹാൻഡിൽ ബൗളിൻ്റെ വേറെ കളറും അവൈലബിൾ ആണ് കേട്ടോ, ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് ചിലർ ദേഷ്യം പിടിക്കും, എത്ര തവണ ചോദിച്ചു ഒന്ന് റിപ്ലൈ തന്നൂടെയെന്ന്. കുറേ വീഡിയോയിൽ ഞാൻ റിപ്ലൈയും തരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ടീ ഷുഗർ പോട്ട് എൻ്റെ അടുത്ത്
ജാറ് എൻ്റെ അടുത്ത് എന്താ പറയുക അതിൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ. ഇപ്പോൾ അത് അവൈലബിൾ അല്ല. അത് അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് തരൂ കേട്ടോ. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, പക്ഷേ അത് റെയർ പീസാണ് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ല, അടിപൊളിയല്ലേ. പിന്നെ അത് ഈ ഒരു ട്രേ, ഇത് പക്കാ വുഡൊന്നുമല്ല, പക്ഷേ ആ ഒരു വുഡിൻ്റെ ലുക്കാണ് കേട്ടോ അതിന് തരുന്നത്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. പിന്നെ ഇതാ നമുക്ക് ഇതില്ലേ, നമുക്ക് ഇപ്പോൾ ചായയൊക്കെ കൊണ്ട് കൊടുക്കാൻ ഒരു ട്രേ പോലെ രീതിയിൽ നമുക്കിത് എടുക്കാം. കുറച്ച് സ്നാക്സും എന്തെങ്കിലും കുറച്ച് ഒരു ബൗളിൽ സ്നാക്സും ചായയൊക്കെ വെച്ചെടുത്താൽ നല്ല ലുക്കാട്ടോ. ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിലാക്കിയിട്ടൊക്കെ വെച്ച് കൊടുത്താലും കാണാൻ നല്ല രസമാണ്. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്താലും നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ മറ്റേ ആ ഒരു ഷുഗർ പോട്ടിൻ്റെ ജാറ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നതാണ് ഈ ഒരു ഫ്ലവറും ഈ ഒരു ഫ്ലവർ വേസും ലിങ്കുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഞാൻ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എലോറ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കോട് പന്തീരങ്കാവ് ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. എലോറ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അവർ ഓൺലൈൻ സെയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഇതാ ക്യാൻഡിൽ ലൈറ്റ്, ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. ക്യാൻഡിൽ ലൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഹോൾഡർ ഇല്ലേ, അതും അവൈലബിൾ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നതാണ്. നല്ലതാട്ടോ. പിന്നെ ആ ഒരു ഫ്ലവർ, അതും കുറേ പേര് ചോദിക്കുന്ന ആ ഫ്ലവറും പോട്ടും, പക്ഷേ അതും ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതാണ് എൻ്റെ ഒന്നും ലിങ്ക് തരാത്തത്. പിന്നെ ഒരു എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് വുഡിൻ്റെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. സൂപ്പറാണ്. ഞാനിപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. പിന്നെ ഈ തണുപ്പ് കൊണ്ടിട്ട് ഈർപ്പം നമ്മൾ ഉണങ്ങിയതേ വെക്കാവൂ. അതിപ്പോൾ എല്ലാ വുഡിൻ്റെ ഐറ്റംസും അങ്ങനെ തന്നെ അല്ലേ. പിന്നെ കറുപ്പ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ ഒരു വാട്ടർ ഡിസ്പെൻസർ, നമുക്ക് ജ്യൂസ് വെള്ളമൊക്കെ ഒഴിച്ചു വെക്കാൻ നല്ലതാണ്. ഇതും നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള സംഭവമാണ് കേട്ടോ. വുഡാണ് ഇതിൻ്റെ ടാപ്പ്, അതായത് അടപ്പ് വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡും വുഡാണ് വരുന്നത്. പക്ഷേ ഒരു പ്രശ്നമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഗ്ലാസ്സും അതെ അടിപൊളിയാട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പാർട്ടിയിലൊക്കെ ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ബെഡ്റൂമിൽ, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് കിച്ചണിലൊക്കെ വെള്ളമാക്കി വെച്ചാലൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരു യൂസ്ഫുള്ളായിട്ട് ലൈറ്റാണ് കേട്ടത്. നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ഇങ്ങനെ കല്ലിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഓംലെറ്റ് അങ്ങനത്തതിനൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. അത് ഒരു ഓയിൽ സ്പ്രേ ബോട്ടിൽ കേട്ടോ, അത് നല്ലതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കട്ടിംഗ് ബോർഡിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾ കട്ടിംഗ് ബോർഡ് വാങ്ങിക്കുമ്പോൾ ഒരൊറ്റ തടിയിലുള്ള വുഡ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ചിലതുണ്ട് ഇങ്ങനെ എന്താ പറയുക പീസായിട്ട് ഇങ്ങനെ ബാമ്പുവിൻ്റെ രീതിയിൽ വുഡിൻ്റെ അതിൽ അഴുക്ക് നിന്ന് കുറേ കഴിയുമ്പോൾ ഭയങ്കര മോശമാവട്ടെ, അതിങ്ങനെ പൊടിഞ്ഞ് വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഒറ്റ തടിയിലുള്ളതാണോ എന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അത് വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വുഡിൻ്റെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുകിയിട്ട് യൂസ് ചെയ്ത് അപ്പം തന്നെ കഴുകിയിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചതിന് ശേഷം എടുത്ത് വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. ആ ഒരു കറുപ്പ് കളർ അതിന് വരില്ല കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് കേട്ടോ. സൂപ്പറാണ്. നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാവ്, ചപ്പാത്തി മാവ്, പത്തിരി മാവ് അങ്ങനത്തെ നമുക്ക് കുഴക്കാനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ അടയാളം വീണോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് എൻ്റെ അത് വീണിട്ടുണ്ട്, കാണുന്നില്ല എന്നേ ഉള്ളൂ. വീണോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ വര വീഴൂലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നും വരില്ല ഇതായതുകൊണ്ട്. പിന്നെ എൻ്റെ കയ്യിലെ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് കത്തികൾ കാണിച്ചു തരാം. അതാ ഇത് സൂപ്പറാണ് കേട്ടോ. കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിനിടക്ക് ഏതൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വാങ്ങിയില്ലേ എന്ന് എനിക്കറിയില്ല. ഇത് സൂപ്പർ, അത് ഒരെണ്ണമായിട്ട് വരുന്നതാണ്. പിന്നെ ഇത് മൂന്നും ഒരു കോംബോയിട്ട് സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് നൈഫ് ഇതും അടിപൊളി കത്തിയാണ്. അതിൻ്റെ വലുത് വരുന്നുണ്ട്, അതിൻ്റെ ഇടയിലുള്ള ഒന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ചെറുതും വരുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, നമുക്ക് ഡിഫറെൻറ്റ് യൂസാണ് കേട്ടോ. മൂന്നിനെ കൊണ്ടും നല്ല തന്നെയാണ്. എൻ്റെ കയ്യിൽ വേറൊരു ഇങ്ങനെ ലൈനിലായിട്ടുള്ളൊരു നൈഫ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും കുറേ പേര് ചോദിക്കലുണ്ട്. അപ്പോൾ അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് കാണുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, ഓൺലൈനൊക്കെ കാണുകയാണെങ്കിൽ. പിന്നെ നമ്മളെ പുഡിങ്
ട്രേ ആണ് കേട്ടോ. അടുത്തത് ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ. ഈ ഒരു വലുപ്പത്തിലും അതിൻ്റെ ഡബിൾ സൈസിലാണ് ഇതുള്ളത്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെയാണ്, അല്ല ചെറിയ നമ്മളെ ആവശ്യത്തിന് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ പരിപാടിക്കാണ് ചെറുത് യൂസ് ചെയ്യുക. കുറച്ച് കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് ആ വലുതും യൂസ് ചെയ്യാം. നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേറെയും ഉണ്ട് സെറാമിക്കിൻ്റെ, അതായത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്കൊക്കെ. പക്ഷേ ഇത് ഞാൻ അല്ലാതെ വാങ്ങിച്ചതാട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കുറേ പേര് ഇതിൻ്റെ ലിങ്ക് ചോദിക്കലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഞാൻ അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെയിം സാധനം കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. നല്ലതാട്ടോ. പിന്നെ എൻ്റെ കയ്യിലെ കുറച്ച് ബോട്ടിൽ കളക്ഷൻസ് കാണിച്ചു തരാം. ഇതൊക്കെ സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഇതാ ഈ ഒരു ഉപ്പിട്ട് വെച്ചതും അതുപോലെ തന്നെ പരിപ്പ് പയറൊക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് അതാണെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന നല്ലതാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ ആ ഒരു ചെറിയ ബോട്ടിലേക്ക് എടുത്താൽ മതിയല്ലോ. നമ്മൾ മസാലയൊക്കെ മുളക് പൊടിയൊക്കെ വലിയ ബോട്ടിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എടുക്കുകയല്ലേ ചെയ്യുക. അതിനത് ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ ഒരു ഇത് അടപ്പ് വുഡാണെങ്കിലും ഇങ്ങനെ പൂപ്പൽ വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ നനവ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തുടച്ചിട്ട് കൊടുക്കുക, ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ ശ്രദ്ധിക്കൽ. ഇതിൻ്റെയൊക്കെ ലിങ്ക് അവൈലബിൾ ആണ് കേട്ടോ, അതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബൗള്, അതായത് നമ്മൾ അരിയൊക്കെ കഴുകാൻ, മീറ്റ് ചിക്കന് കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാൻ, വെജിറ്റബിൾസൊക്കെ കഴുകാനും കട്ട് ചെയ്ത് ഒക്കെ വെക്കാനും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബൗളുകളാണ് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ അടപ്പുള്ള ടൈപ്പ് ഉണ്ട്. അത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അത് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും കാണുകയാണ് ഞാനത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ആക്കുന്നതാണ് കേട്ടോ. അതാ ഇതിൻ്റെ ഞാൻ പറഞ്ഞത്, ഇതെനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്കും ഒരു സെറ്റ് ആവശ്യമുണ്ട് കേട്ടോ. ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്. മറ്റേ ബൗളുകളാണെങ്കിലും നല്ലതാണ് കേട്ടോ, നമ്മളെല്ലാ യൂസിനും നല്ലതാണ്. പിന്നെ ഇതാ ഈ ഹാൻഡിൽ ടൈപ്പ് ഒരു കണ്ടെയ്നറില്ലേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്, സൂപ്പറാണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നല്ലതാണ് കേട്ടോ. മീൻ ചിക്കന് അങ്ങനത്തതൊക്കെ ഫ്രീസ് ചെയ്യാനും വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം അതിൻ്റെതാ ചെറുതും കൂടെ ഉണ്ട്. ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തു വന്നതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതും അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ പകുതിയാണ് ഇത്. ഫ്രിഡ്ജിൽ നമ്മൾ മീനൊക്കെ ഓരോ ദിവസത്തിനും ഉള്ളത് വെക്കൂലേ, ഒന്നിച്ചല്ലാതെ, അതിനത് ബെസ്റ്റാണ് കേട്ടോ. അതിൽ കുറച്ചാക്കി വെച്ചാൽ നമുക്ക് ഇത് ഒരു ബോക്സ് എടുത്താൽ ഒരു ദിവസത്തിന് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ടൈപ്പ്, ചിലർ ഫ്രിഡ്ജിലൊക്കെ ഗ്ലാസ് അങ്ങനത്തെയൊക്കെയും യൂസ് ആക്കുന്നുണ്ടാകുക. അപ്പോൾ അങ്ങനത്തെ വേണ്ടി ഇതും നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പലതും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഈ ഗ്ലാസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കറികളൊക്കെ സെർവ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവെക്കാം. പിന്നെ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് മാറ്റുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആക്കി വെച്ചാൽ എടുത്തതിൻ്റെ ബാക്കി നമ്മൾ നേരെ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ടൊരു പാത്രമായിട്ട് തോന്നി. പിന്നെ അടുത്തത്, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എന്നാലും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. വെജിറ്റബിൾസൊക്കെ വെക്കാനും അങ്ങനത്തേനൊക്കെ നല്ലതാണ്. ആ ഒരു അടിയിൽ ആ ഒരു സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കൂല, നമ്മളെ പച്ചക്കറികളൊന്നും ഈർപ്പം നിൽക്കൂല കേട്ടോ. അതുകൊണ്ട് കുറേ നാൾ നിൽക്കും നമ്മളെ ഐറ്റംസ്, ചീത്തയാവാണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതാ നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് എൻ്റെ കുക്കറിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതാ ഈ ഒരു 3 കുക്കറാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് കേട്ടോ. ഇതെല്ലാവരും ചോദിക്കലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുമുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ വാങ്ങി നല്ലതാണെന്നൊക്കെ പറയാറുമുണ്ട്. അപ്പോൾ ഞാനിത് കൊടുക്കാം. നല്ലതാണ്. ഇതിൻ്റെ അടപ്പ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഇത് പുറം ഭാഗം കളറാണ്, പക്ഷെ ഉൾഭാഗം അലുമിനിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ഫുൾ സ്റ്റീലാന്ന് വിചാരിച്ച് വാങ്ങണ്ട. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ സ്റ്റീൽ കുക്കറിനേക്കാളും എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. എനിക്ക് അലൂമിനിയം കുക്കറിൽ കുക്ക് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. സ്റ്റീലിനേക്കാളും റൈസെല്ലാം കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എനിക്കതാണ് ഇഷ്ടം. ഇത് 3ഉം എനിക്ക് അലൂമിനിയം തന്നെയാണ് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ ഉണ്ട് എനിക്ക്, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് റൈസ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടം ഇതിൽ തന്നെയാണ് കേട്ടോ. എപ്പോഴും
നല്ല രണ്ടിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇത് ഒന്നുകൂടെ എന്താണെന്നറിയില്ല, എനിക്കൊന്നുകൂടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എപ്പോഴാണെങ്കിലും കുക്കറിൽ നമ്മൾ സാധനങ്ങൾ വേവിക്കുമ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്ത ഉടനെ പിന്നെ അത് മാറ്റുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് കുക്കർ കഴുകി വെക്കുക കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമ്മൾ അതിൽ തന്നെ വെച്ച് അലുമിനിയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹെൽത്തിന് കേടാ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ അതിൽ തന്നെ ഫുഡ് വെക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റീലിൻ്റെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റീലിൻ്റെ എൻ്റെ കുക്കേഴ്സ്. ഇത് നല്ലതാണ് കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. കുറച്ചിങ്ങനെ ഈ ഫസ്റ്റിൽ ഞാൻ കാണിക്കുന്നത് നമുക്കൊരു ഉരുളി ടൈപ്പ് ഫീൽ ചെയ്യും. ഇങ്ങനെ വഴറ്റിയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ല കുറച്ചിങ്ങനെ വട്ടത്തിലുള്ള 3 ലിറ്ററാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ മറ്റേ അടപ്പ് മാറ്റിയിട്ട് ഇങ്ങനത്തെ അടപ്പ് കൊണ്ടും അടച്ച് വെക്കാം കേട്ടോ. ഇത് അങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റീല്. അപ്പം അടുത്തത് വരുന്നത് അത് 3 ലിറ്ററാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. 1 കിലോ നമുക്ക് ഗീ റൈസ് കാര്യങ്ങളൊക്കെ ഇതിൽ പോവേ. അതായത് സാധാ അരിയല്ല കേട്ടോ, സാധാ അരി ഒരു 3-3.5 അങ്ങനെ. അല്ലാത്തത് ഗീ റൈസിൻ്റെയൊക്കെ നമ്മൾ 1 കിലോ ഗീ റൈസ് വെക്കാം കേട്ടോ, അതും നല്ലതാണ്. പിന്നെ ഇതാ എൻ്റെ കടായി ഇതുപോലത്തെ, ഇത് വലുത് ചെറുത് അങ്ങനെ 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 എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സൂപ്പറാണ്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന കടായിയാണിത്. ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല വെയിറ്റാണ്. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി കുക്ക് ചെയ്യാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഫ്രൈ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ നല്ലതാണ്. അടപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചെറുത്, ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് കുറച്ചൊരു ഡീപ്പ് കടായിയാണ്. പിന്നെ വരുന്നത് ഇതല്ല, വേറൊരെണ്ണം. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ, ഇത് ഏറ്റവും ചെറുത്. ഒക്കെ നല്ലതാട്ടോ, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം തന്നെ അറിയാലോ നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത്രയും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി പോട്ട്, ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നത് കേട്ടോ. ഇതിന് ഗ്ലാസിൻ്റെ ലിഡാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ റൈസും കാര്യങ്ങളൊക്കെ കാണാൻ വെള്ളം പറ്റിയോ അങ്ങനത്തെ ഒക്കെ നോക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഗീ റൈസൊക്കെ അടുപ്പിലൊക്കെ വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല വെയിറ്റാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പാളിപ്പോവില്ല, തീ പാളിപ്പോവുക, ഇങ്ങനെ കത്തിക്കാളിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി സംഭവമാണ്. പിന്നെ അടപ്പൊക്കെ ഞാൻ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിനെനിക്ക് എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡ് തന്നെയാണ് കേട്ടോ. നമുക്ക് റൈസൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാനും ഒക്കെ, പിന്നെ കറികളൊക്കെ കുറച്ച് കൂടുതൽ കറികളൊക്കെ വെക്കുമ്പോഴും ഒക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് ഇതാണ്, ഇതും എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഫേവറേറ്റും എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള പാത്രങ്ങൾ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതും അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് 1 കിലോ ഗീ റൈസ് ഒക്കെ സൂപ്പറായിട്ട് ഇതിൽ ഉണ്ടാക്കാം കേട്ടോ. ഗീ റൈസിന് തന്നെയാണ് ഇത് മെയിനായിട്ട്, ഗീ റൈസിന് തന്നെയാണ് പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കറികൾ കാര്യങ്ങളൊക്കെ ആക്കാനും ഒക്കെ നല്ല ബിരിയാണി ദം ചെയ്യാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇത് രണ്ടും നല്ലതാണ്. ഇതിൻ്റെ ആ ഒരു പിടുത്തം, ആ ഒരു ഗ്രീൻ കളർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കൈ പൊള്ളൊന്നുമില്ല കേട്ടോ. ഈ മറ്റേതും ഈ ഗ്ലാസിൻ്റെ ലിഡുള്ളതും പൊള്ളൊന്നുമില്ല, കാരണം അത്രയും ഹൈറ്റിലൊക്കെ വരുന്നതല്ലേ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എൻ്റെ ഫ്രൈ പാൻ, ഇതും എൻ്റെ ഫേവറേറ്റാണ്. നല്ലതാണ് കേട്ടോ, ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ, ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അടിപൊളിയാണ്. ഇത് നമുക്ക് ഇത് അടപ്പില്ലാതെ വരുന്നതാണ് കേട്ടോ. അടപ്പായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടപ്പ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ചായയൊക്കെ വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇതും നല്ല വെയിറ്റ് വരുന്നുണ്ട്, നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇങ്ങനെ ചായയൊക്കെ പെട്ടെന്ന് തിളച്ച് കിട്ടും, കാരണം ഈ സ്റ്റീലങ്ങ് ചൂടായി കഴിഞ്ഞാൽ ആ ഹീറ്റ് അതിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ കുക്കിംഗ് നടക്കും. അതാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. നല്ല കട്ടി വരുന്നുണ്ട്. ഇത് പിന്നെ ഫ്യൂച്ചറിൻ്റെ ഒരു നമ്മുടെ സോസ് പാനാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് കുക്കിംഗ് ചെയ്യുക, അതുപോലെ തന്നെ ചായ, പാല് അങ്ങനത്തേനൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. കാപ്പിയൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുക. കുക്കിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് അല്ല, അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നോൺ സ്റ്റിക്ക് അല്ല, അങ്ങനെ ഒരു ബ്ലാക്ക് കളറിലാട്ടോ എൻ്റെ ഇത് വരുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പോട്ടുകളാണ് ഇത് കേട്ടോ. ഇതിങ്ങനെ വലുത് ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് വണ്ടർ ഷെഫിൻ്റെ
വണ്ടർ ഷെഫിൻ്റെയാണ്. ഒരു ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ആട്ടോ വരുന്നത്, നോൺ സ്റ്റിക്ക് അല്ല, ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആ പിടിയിൽ ചൂടാവൂലേ, അതിന് പകരം ഇതിൽ വരുന്നത് ഒരു എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. അതാണ് ഇത് കേട്ടോ, ഇത് മൂന്നിനും ഇത് തന്നെയാണ് കേട്ടോ വരുന്നത്. നമുക്കത് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ കൈയൊന്നും പൊള്ളാതെ അതാ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല പാത്രം കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പാത്രം. ഒരു ആഷ് കളറിലാട്ടത് വരുന്നത്, കാണാനും നല്ല ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ കബോർഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യാൻ. നല്ല രസമല്ലേ കാണാൻ. റൈസ് ഉണ്ടാക്കാനും മന്തി അങ്ങനത്തേതിനൊക്കെ നല്ലതാണ് കേട്ടോ. ആ ഒരു വലിയ പോട്ട് ഞാൻ അതിനൊക്കെ എടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കിതിൽ യൂസ്ഫുൾ ആകുന്നത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയൂ. അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാങ്ങിയാൽ മതി. പിന്നെ ഇതാ നമ്മൾ തടുക്ക പാൻ എന്ന് പറയും, വറവിടാനും ഒക്കെ വറവൊഴിക്കാനൊക്കെ യൂസ് ചെയ്യൂലേ, അങ്ങനത്തെ. ഇതൊന്ന് ഇങ്ങനെ നോൺ സ്റ്റിക്ക് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നല്ല ലുക്കാണ് അത് കാണാൻ വേണ്ടി. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ, ഇങ്ങനെ വീണു പോകില്ല. അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും വരുന്നതുണ്ട്, രണ്ടും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ആ ബ്ലാക്കിലാവുമ്പോൾ ആ എണ്ണ പാളിയതൊന്നും കാണൂല, സ്റ്റീലിലാവുമ്പോൾ കുറച്ചിങ്ങനെ നമ്മൾ വറവൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ എണ്ണേൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ അടുത്ത എൻ്റെ ഒരു എന്താ പറയുക, ഇതും നോൺ സ്റ്റിക്കല്ല, ഒരു ഗ്രാനൈറ്റ് ഫിനിഷിങ് സംഭവമാണ്. ഇത് വണ്ടർ ഷെഫാണ് കേട്ടോ വരുന്നത്, വണ്ടർ ഷെഫിൻ്റെ തന്നെയാണ്. നല്ലതാണ്, അവരുടെ പ്രോഡക്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഒരു ഫ്രൈ പാനും അല്ല ദോശപ്പാന് വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയെ. അത് 4 കൂടെ ഒരു സെറ്റാണ്, അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു കളറുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാം, ഒരടപ്പാണ് വരുന്നത്. ഇതിന് രണ്ടിനും ഈ ഒരു അടപ്പ് വരുന്നു, ഫ്രൈ പാനും മറ്റേ ദോശപ്പാനും കൂടെ അതിൻ്റെ ഈ ഒരു കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ, ഒരു പർപ്പിൾ ഒരു കൈൻഡ് ഓഫ് കളറ്. അതിൻ്റെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. നല്ലതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്രൈ പാനും അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കാണാൻ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വൈറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കിച്ചണിലെ ഐറ്റംസൊക്കെ നന്നാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ, പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാനങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങളും ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ടും വാങ്ങുന്നത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ തന്നെയാണ്. അടുത്തത് ഇത് യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ കടായി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് കുറച്ച് ഡീപ്പായിട്ടുള്ള കടായിയാണ്. അതിൻ്റെ അടി ഇങ്ങനെ ഇങ്ങനെ എന്താ ഇഗിൻ്റെ അങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചിങ്ങനെ ലെവലായിട്ട് വരുന്നത്. ഇത് അതിൻ്റെ കുറച്ച് ചെറുതാണ് കേട്ടോ. അതാ ഇത് കണ്ടോ, ഇങ്ങനെ. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ, നമുക്ക് എന്തെങ്കിലും വഴറ്റിയിട്ട് ഉണ്ടാക്കാൻ, തോരൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ, പിന്നെ ഫ്രൈ ആക്കാൻ, ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. കരിഞ്ഞൊന്നും പോലെ പെട്ടെന്ന്, അത് ഞാൻ പറയില്ലേ, അത്രയും കനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹീറ്റ് ഭയങ്കരമായിട്ട് അതിലിങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളും നടക്കും. ചിക്കനൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. നല്ലതാണ്. ഇങ്ങനെ അടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചത് എൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ, കാസ്റ്റ് അയൺ തന്നെ വരുന്നത്. പിന്നെ ഇത് ഇപ്പം ഞാൻ വെച്ചത് ദോശപ്പാനാണ്. ഇത് വരുന്നത് ഫ്രൈ പാനാണ്. നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുക, മീനൊക്കെ ഫ്രൈ ചെയ്യുക, അങ്ങനെ വരുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എണ്ണ പുരട്ടുക കേട്ടോ. എണ്ണ പുരട്ടിയിട്ട് ഒരു 2-3 തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് സെറ്റായിട്ട് വന്നോളും. മീനൊക്കെ ഒറ്റയടിക്ക് അങ്ങ് നന്നായില്ല എന്ന് പറയണ്ട, നമ്മൾ എല്ലാ സാധനവും അങ്ങനെ തന്നെ അല്ലേ. ഒരു 1-2 യൂസ് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. പിന്നെ എണ്ണ തേക്കാണ്ട് ഇടുക ചെയ്യരുത്. ഇന്നിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എണ്ണ തേക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അത് തുരുമ്പ് വരും, അത്രയും അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് പേടിക്കേണ്ട കാര്യമില്ല. കഴുകുക, ഒരു തുണി കൊണ്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെക്കുക. അത് നല്ല ഡാർക്ക് കളറായിട്ട് നല്ല ഗ്ലൂസി ആയിട്ട് അങ്ങനെ ഇരുന്നോളും. അടുത്തത് ഇതാണ് കേട്ടോ, ഒരു ഇങ്ങനെ സ്ട്രെയിനറാണ്. നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴുകാൻ, അരിയൊക്കെ ഊറ്റാൻ, മന്തി അരിയൊക്കെ കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഊറ്റിയിടാനും ഒക്കെ പറ്റിയിട്ടുള്ള 2 ടൈപ്പ് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.